ഒരു വെറൈറ്റി ആയിട്ടോ ലഡു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ എപ്പോഴും നമ്മൾ കടലമാവ് വെച്ചാണല്ലോ ലഡു ഉണ്ടാക്കണേ. ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടോ ലഡു ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ച് നമ്മുടെ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ബൗള് ശർക്കര പൊടിയായിട്ട് ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അലിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ തിരകിയതും കൂടി എടുത്തിട്ടുണ്ട്. അതിന്റെ പകുതി മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തുള്ളൂ. അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ 1 കപ്പ് കപ്പലണ്ടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടികല്ല് വെച്ച് ചെറുതായിട്ട് ക്രഷ് ചെയ്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പൊ എനിക്ക് കുറച്ച് തേങ്ങയുടെ കുറവ് തോന്നിയത് കാരണം ഞാൻ എടുത്ത പകുതി തേങ്ങ ഇട്ടുള്ളായിരുന്നു. അതിന്റെ പകുതിയും കൂടി എടുത്തു വെച്ചതും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ ഞാനിപ്പോ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഉണ്ട പിടിക്കണ്ടേ, അപ്പൊ കുറച്ച് ആ പാനിക്ക് ഒന്ന് ടൈറ്റ് ആവണമല്ലോ. അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി ശർക്കര പാനിയും നമ്മുടെ കപ്പലണ്ടിയും തേങ്ങ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. അതൊന്ന് നല്ല ഇതായി വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു. വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. നെയ്യ് നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ലഡുവിന്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതൊന്ന് ആറണ്ടേ. ആറിയതിനു ശേഷം വേണം നമുക്കൊന്ന് ഉണ്ട പിടിക്കാൻ. അപ്പൊ കുറച്ചൊന്ന് ആറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയ ബോളുകളാക്കി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി വലുതൊന്നും അല്ല, ഞാൻ ഇതേപോലെ ചെറുതായിട്ടാണ് എടുത്തത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ചെറിയ ചെറിയ ഉരുളകളാവുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടം തോന്നുമല്ലോ. വലിയ ഉരുളക്കായി ചെറിയ ചെറിയ ഉരുളകളാണല്ലോ അവർക്ക് ഒരുപാട് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറിയ ഉരുളകളായിട്ടാണ് പിടിക്കണത്. ചൂട് കാരണം ഞാൻ ഇങ്ങനെ താഴെ വെച്ച് എടുത്ത് വെക്കായിട്ടാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അങ്ങനെ നമുക്ക് ഉരുളകളാക്കി എടുക്കാം എല്ലാം. കപ്പലണ്ടി ഒത്തിരി അരഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ കപ്പലണ്ടി കടിക്കാൻ കിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒത്തിരി അരയണ ഇഷ്ടമാണെങ്കിൽ നന്നായിട്ട് പൊടിച്ചോളൂ. അല്ലെങ്കിൽ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ ശർക്കര ആണെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം യൂസ് ചെയ്യാം. മധുരം ഒത്തിരി ആവശ്യമുള്ളതാണ്, അതനുസരിച്ച് ശർക്കര ഇട്ടോളൂ. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ഏലക്കയോ ജീരകമോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഞാൻ ഏലക്കയും ജീരകവും ഒന്നും ഇട്ടില്ല, അല്ലാതെ തന്നെ ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്നും ഉപയോഗിച്ചില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആണല്ലോ. ഇതിനകത്ത് ശർക്കര ആണെങ്കിലും കപ്പലണ്ടി ആണെങ്കിലും തേങ്ങ ആണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി നല്ലതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ലഡു ആണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഓക്കെ, ബൈ, സീ യു.